അനാര എന്നും പറഞ്ഞുകൊണ്ടൊരു സിനിമ വരുന്നുണ്ട്. ഡയറക്ടർ ഹരിദാസാണ്. റിട്ടേൺ ബൈ റാഫി. പ്രൊഡക്ഷൻ ബിജു വി മത്തായി. പിന്നെ ഇതിനകത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഹരിദാസ്, ഷൈൻ ടോം ചാക്കോയാണ് ഇതിനകത്ത് ഭയങ്കര താരമാണെന്ന് തോന്നുന്നു. പുള്ളിക്കും ഈ വിഷ്ണു ഉണ്ണികൃഷ്ണനും ഉള്ള ഒരു കോംബോ ആണെന്ന് തോന്നുന്നു. പിന്നെ അജു വർഗീസ് ഉണ്ട്. എന്താ കാണിച്ചു വച്ചിരിക്കുന്നതെന്ന് സിനിമ ഇറങ്ങുമ്പോൾ കാണുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ആകെ ഹീറോയിൻ്റെ കൂടെ കള്ളുകുടിയും ബഹളവും ഒക്കെയാണ്. സിനിമ പൊളിയായിരിക്കും തോന്നുന്നു. കാരണം ഷൈൻ ടോം ചാക്കോയുടെ ഈ അടുത്ത് വന്ന സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പുള്ളി തന്നെ എഴുതി കൊടുക്കുന്ന ഡയലോഗ് അല്ലാതെ പുള്ളി കയ്യിൽ നിന്നിട്ട് കാച്ചുന്ന കുറേ ഡയലോഗുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഈ വീഡിയോ. ഈ പിക്ചർ ഞാൻ വെച്ചിരിക്കുന്നത് അതാണ്. പുള്ളി വന്നിട്ട് കുറേ വെളിപ്പത്തരം അടിച്ചിട്ട് പോയിട്ടുണ്ട്. കൗമുദി മൂവീസിൽ വന്നതാണ് ഈ ഇൻ്റർവ്യൂ ഞാൻ കണ്ടത്. ആകെ കംപ്ലീറ്റ് ഡബിൾ മീനിങ് ഇൻ്റർവ്യൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആങ്കറുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞാനത് അന്വേഷിച്ചില്ല. റിയൽ ലൈഫിൽ വെടിവെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉടനെ പുള്ളിയുടെ മറുപടി എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ തോക്ക് പിടിച്ച് വെടിവെച്ചിട്ടില്ല. ഉടനെ ആങ്കർ ഭയങ്കര ചിരി. വെടിവെക്കേണ്ട അവസരങ്ങളിൽ തോക്ക് അന്വേഷിച്ച പോലെ എൻ്റെ പണി. ഉടനെ പുള്ളിക്കാരി അയ്യോ എൻ്റെ കർത്താവേ എന്നും പറഞ്ഞോണ്ട് എന്താ ഇത് ഇതെല്ലാം ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈൻ ചേട്ടൻ ആരും അറിയാത്ത ഹിഡൻ ടാലൻറ്റ് ഉണ്ടോയെന്ന്. ഉടനെ പുള്ളി അതുകൊണ്ട് അത് ചിലപ്പോൾ വലുതാവുകയും ചിലപ്പോൾ ചെറുതാവുകയും ചെയ്യും. എന്താ ഡബിൾ മീനിങ്, അയ്യോ എന്താ തമാശ. ഞാൻ പറഞ്ഞ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ചോദിക്കുന്നത് ചേട്ടന് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ താല്പര്യമുള്ള സബ്ജക്റ്റ്. അപ്പോൾ പുള്ളി പറയാണ് അഡൽട്രി. ഈ അഡൽട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഒരാണും പെണ്ണും തമ്മിൽ അവീത ബന്ധം, അതായത് ഒരു കല്യാണം കഴിച്ച ആണിന് ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതാണ് അഡൽട്രി. ഇയാൾ ഉദ്ദേശിച്ചത് അഡൽട്ട് സ്റ്റോറിയാണ്. ഇംഗ്ലീഷ് മര്യാദയ്ക്ക് അറിയത്തുമില്ല എന്നാൽ വലിയ മയിര് വർത്താനം പറയുകയും ചെയ്യും. അഡൽട്രി പോലും. ഉടനെ അത് കേട്ട് ചിരിക്കാൻ ഉടനെ പുള്ളിക്കാരിയുടെ ചോദ്യം അതെന്തുകൊണ്ടാണ്? ഉടനെ പുള്ളിയുടെ ഉത്തരമാണ് അതാരും സംസാരിക്കാറില്ല. നിങ്ങൾ പറ്റുവാണെങ്കിൽ പോയിട്ട് ഇൻ്റർവ്യൂ കാണണേ, ഒരു 4 ദിവസം മുമ്പേ റിലീസായതാണ്. അയ്യോ എന്തൊരു വളിപ്പാണ്, എന്ത് മനുഷ്യനാണ് ഇയാൾ, എന്താ ഇയാൾക്ക് പറ്റിയത്? ഈ വീഡിയോ കാണുമ്പോൾ ഇയാളുടെ ഇടയ്ക്കുള്ള സംസാരം കേൾക്കുമ്പോൾ ഒരുമാതിരി കുഴഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്, എന്തോ അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് ആൾക്കാർ ഈ വീഡിയോ കാണുന്നവരുടെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം അല്ല കേട്ടോ. ഇതൊക്കെ സംസാരിക്കാതെ ഉള്ളി വെച്ച് സപ്രസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഒരു ദിവസം ടുഫ് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുമെന്ന്. അയ്യേ. ഉടനെ അടുത്ത ചോദ്യം പുള്ളി ചോദിക്കുകയാണ് ആങ്കറിനോട്, തനിക്ക് താല്പര്യമുണ്ടോ സംസാരിക്കാൻ? ഉടനെ അവൾ പറയാ ഇല്ല. ഉടനെ പുള്ളി അയ്യോ ഇത് ഞാനിപ്പോൾ കുടം കമഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചതാണോ? അയ്യോ. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ നല്ല ഏജ് ഉണ്ടെന്ന്. ഉടനെ ചോദിക്കുകയാണ് ഇയാൾ എങ്ങനെയുണ്ട് പെർഫോമൻസ്? എന്ത് ഊളത്തരവാടെ വന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അതോടെ നിർത്തിയില്ല, അടുത്ത് പറയാണ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നല്ലേ പറയാന്ന്. ഈ ആങ്കറിൻ്റെ പല്ല് അല്പം പൊന്തിയതാണ്. ഉടനെ അതിനെക്കുറിച്ചാണ് അടുത്ത സംസാരം. തനിക്ക് കമ്പി ഇട്ടപ്പോൾ ഈ പല്ല് പൊന്തി നിൽക്കുമ്പോൾ കമ്പി ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? പക്ഷേ കമ്പി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ചിരി വരും. ആ കമ്പി എടുത്തു കഴിയുമ്പോഴോ ഉടനെ പെണ്ണ് പറയാണ് ഭയങ്കര സന്തോഷം. അയ്യോ കമ്പി പോയി കഴിയുമ്പോൾ സന്തോഷമോ? അത് കുറച്ച് അഡൽട്രി കോമഡിയാണ്. അപ്പോൾ ഈ അഡൽട്ടായിട്ടുള്ള ആളുകളുടെ അടുത്ത് മാത്രമേ ഞാൻ അഡൽട്രി കോമഡി പറയുള്ളൂ. എൻ്റെ ദൈവമേ, എൻ്റെ ബോയ് ഷൈൻ ടോം ചാക്കോ, പ്ലീസ്, നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നിങ്ങളെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ അഭിനയം ചില സീനുകളിലും ചില കാര്യങ്ങളിലൊക്കെ നല്ല ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളൊരു നല്ല നടനാണ്. അല്ലാത്ത സമയത്ത് നിങ്ങൾ മഹാവളിപ്പാണ്. അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എനിക്ക് ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് ശരിക്കും കഷ്ടം തോന്നി. എന്താ പാടേ ഇത്? 2024 അല്ലടേ ഇത്? ചിലപ്പോൾ 2000-ലോ അല്ലെങ്കിൽ 92-ലോ ഒക്കെ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സംഭവമായേനെ. പക്ഷേ ആ സമയത്ത് ആൾക്കാർക്ക് ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിലൊന്നും അങ്ങനെ സംസാരിക്കില്ല. ഇപ്പോഴത്തെ ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ. ഈ രീതിയിൽ ഒരു തമാശ പറയുക, ഒരുമാതിരി വളിപ്പം തമാശ അടിക്കുക. പക്ഷേ ഇത് ഭയങ്കര ബോറാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് അയ്യേ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കുറേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷേ ചിലർ തീരെ താല്പര്യമില്ല ഈ അഡൽട്രി കാര്യങ്ങൾ സംസാരിക്കാൻ. അവർ മൊബൈലിൽ നോക്കിയിരിക്കും. അയ്യോ. അവളുടെ ചിരിയുണ്ടോ? ഇയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഇവളങ്ങ് ചിരിയാ. ഭയങ്കര സംഭവമെന്നാണ് പറയുന്നത്. എൻ്റെ ദൈവമേ. പുള്ളിക്കാരിയുടെ പേരെനിക്ക് കിട്ടി കേട്ടോ. ഈ ഇൻ്റർവ്യൂ ഞാൻ ഫുള്ളായിട്ടൊന്നും കണ്ടില്ല. സ്റ്റാർട്ടിങ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സഹിച്ചില്ല. എന്നിട്ടാണ് ഞാൻ എൻ്റെ മൊബൈലെടുത്ത് ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. പുള്ളിക്കാരിയുടെ പേരാണ് ഷിജിന ജോസ് പ്രകാശ്. ജോസ് പ്രകാശിൻ്റെ മോൾ തന്നെയാണോ? മൈ ഗാഡ്, എനിക്കറിയില്ല. 100 സിനിമ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് പുള്ളി. അതും കൂടെ എനിക്ക് മനസ്സിലായി ഈ ഒരു ഇൻ്റർവ്യൂ എന്ന്. എന്നിട്ടാണ് ഈ മാറി വളിപ്പടിക്കുന്നത്. ഈ വളിപ്പൊക്കെ ഭയങ്കര കൂളാണെന്നാണ് പുള്ളിയുടെ വിചാരം.
പുള്ളി ഏത് കാലഘട്ടത്തിലാണ് പുള്ളിയുടെ മൈൻഡ് സെറ്റ് ലോക്കായി പോയത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 100 സിനിമ ചെയ്തിട്ടുണ്ട്, ഒരു സിനിമയ്ക്ക് 10-35 ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 100 സിനിമ ചെയ്തെങ്കിൽ എത്ര ഇൻ്റർവ്യൂ ആയി കാണുന്നു? 3500 ഇൻ്റർവ്യൂ. എൻ്റെ ബായ് ഒന്ന് കുറയ്ക്കുമോ പ്ലീസ്? ചെയ്യാൻ ആഗ്രഹമുള്ള പരസ്യം. പുള്ളിക്ക് ഐ ക്യാൻ ഗോ ഫോർ യൂറിനോ. എന്താണ് ബായ് ഇത്? എന്തൊരു വെളിപ്പാണ് എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിരലിൽ കടിക്കുന്നുണ്ട്, ഇങ്ങനെ എന്തോ ഒരു കാണിക്കുന്നുണ്ട്. ഷൈൻ ചേട്ടന് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ആഡ്. എനിക്ക് ആഡ് ചെയ്യാൻ താല്പര്യമില്ല, ആക്ടേഴ്സ് ആഡ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. ചെയ്യാൻ താല്പര്യമുള്ള ആക്സ് ചോക്ലേറ്റ് സ്പ്രേ അടിച്ച് കഴിയുമ്പോൾ കുറേ പെൺകുട്ടികൾ വന്നിട്ട് ഇങ്ങനെ കടിക്കുമെന്ന്, ഇയാളുടെ കടിക്കണതെന്ന്. അവൾ ഭയങ്കര ചിരിയാണ്. ഒരു കോഴിയാണ്, താൻ ഒരു കോഴിയാണെന്ന് കാണിക്കുന്നതിൽ ഇയാൾക്ക് എന്തോടെ ഇത്രയും ഒരു സന്തോഷം? അതൊരു ക്രെഡിറ്റ് ആയിട്ടാണോ ഇയാൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അതൊരു ഭയങ്കര സംഭവം എന്നാണ് ഇയാളുടെ ഒരു തോന്നലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. ഇതുപോലത്തെ ഇൻ്റർവ്യൂകൾ ഇനിയുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇറക്കണേ, ഒന്ന് കണ്ട് ഇങ്ങനെ വളിപ്പന്മാരുണ്ടല്ലോ എന്ന് നമുക്ക് ചിരിക്കാനാണ്. ഇയാൾ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ? എനിക്കറിയില്ല.